അപ്പോൾ ഇന്നൊരു റീഫർ യൂണിറ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെതർലാൻഡിലൊരു പോർട്ടിൽ വന്നതാണ്. അപ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടിയിലിരുന്ന് കണ്ടെയ്നർ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന സീനാണ് കാണുന്നത്. നമുക്കിവിടെ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അകത്തൊന്നും വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. അവർ കാണാതൊക്കെ എടുക്കണം. പിന്നെ വണ്ടിക്കകത്തുനിന്നൊക്കെ കുഴപ്പമില്ല, നമ്മൾ ഡാഷ് ക്യാമറ ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ റീഫർ കിട്ടി. ഇതാണ് എൻ്റെ കണ്ടെയ്നർ. റീഫറാണ്, അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ലോഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഫുഡ്, മരുന്നുകൾ, അങ്ങനെയൊക്കെ. ഇപ്പം തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കൊണ്ടുപോകാനാണ് റീഫർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 15 ദിവസത്തെ വെക്കേഷന് വേണ്ടി ഇറങ്ങിയായിരുന്നു. അതിനുശേഷം കിട്ടിയ വണ്ടിയാണത്. മാനാണ്. മുമ്പ് ഉപയോഗിച്ചിരുന്നത് ബെൻസ് ആയിരുന്നു. ഈ വണ്ടിക്കകത്ത് ജെൻസെറ്റ്, റീഫറിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ റീഫറായിരിക്കും വരിക. അപ്പോൾ ഈ റീഫർ കണ്ടെയ്നർ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഈ റീഫറിന് പവർ കൊടുക്കുന്ന ഒരു ജെൻസെറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ജെൻസെറ്റിൻ്റെ ബാറ്ററി ഡൗൺ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ റീഫർ പിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അതിനകത്ത് ഫ്യൂലുണ്ടോ, റെഡ് ഡീസലാണ് ഇതിനകത്തൊക്കെ അടിക്കുന്നത്. അപ്പോൾ ആ ഫ്യൂലുണ്ടോ, ഇല്ലെങ്കിൽ അത് നമ്മൾ റീഫ്യൂൽ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കണ്ടെയ്നർ നമ്മൾ റീഫർ പിക്ക് ചെയ്തതിന് ശേഷം ഇത് റീഫറുമായിട്ട് പവർ കണക്ട് ചെയ്തിട്ട് റീഫർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളിത് ഈ ലോഡിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ റീഫർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർ തിരിച്ചുവിടും. തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് കമ്പനി കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ നെതർലാൻഡിൽ നിന്ന് എടുത്ത് 400 കിലോമീറ്റർ ഓടി നമ്മൾ ലോഡ് ചെയ്യാനുള്ള കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കമ്പനി. ഇതൊരു മരുന്ന് കമ്പനിയാണ്, എന്തോ വിറ്റാമിൻ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കമ്പനിയിൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ റാമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന ഒരു റാമ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റാമ്പിൽ അൺലോഡ് ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്. റിവേഴ്സ് ഇട്ട് ഈ റാമ്പ് ഡോറ് തുറന്ന് കണ്ടെയ്നറിനകത്തേക്ക് വെക്കുന്ന രൂപത്തിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ റിവേഴ്സ് ഇട്ട് ഞാനൊരു ജസ്റ്റ് അത് ഓക്കെ ആണോ എന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ എല്ലാം സെറ്റാണ്. ഉണ്ടാവും അത് ആ പ്ലാറ്റ്ഫോമിലേക്ക്, അത് കണ്ടെയ്നറിനകത്തേക്ക് ഈ റാമ്പിൻ്റെ പ്ലാറ്റ്ഫോം ഇറങ്ങിയിരിക്കുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. അത്യാവശ്യം സ്ലോപ്പുള്ള റാമ്പാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ലോഡിങ്